എൻ്റെ പേര് VI സുജിത്ത് എന്നാണ് ഒറിജിനൽ റെക്കോർഡിക്കൽ നെയിം. അത് പിന്നെ മാറ്റി സുജിത്ത് എന്നാണ്. അത് മാറ്റി എങ്ങനെയാണ് സർ ശരത്തിലോട്ട് ഹിസൈൻ എസ് അബ്ദുള്ള കേൾക്കുമ്പോൾ നമ്മുടെ ലാലണ്ണാച്ചി പറയുന്നില്ല ഇതിൽ ദാസേട്ടനും MG ശ്രീകുമാറും സുജിത്തും ഒക്കെ. ആ സുജിത്താണ് ഞാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എല്ലാ പാട്ടുകളും എനിക്കായിരിക്കും മലയാള സിനിമയിൽ. എനിക്കൊരു 10 മാനേജരെങ്കിലും വേണമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒന്നും നടന്നില്ല. ആരും വിളിച്ചില്ല. ചുമ്മാതെ പോലും സുഖമാണോ അല്ലെ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ ഈ അന്ധവിശ്വാസമാണല്ലോ ഈ ഫിലിമിൽ. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഭയങ്കര ഈശ്വര വിശ്വാസം, ഈ സ്വാമികളെയൊക്കെ വിശ്വാസമാണ്. മക്കളെ അതെന്തോ നിനക്ക് ആ പേര് ചിലപ്പോൾ ശരിയാവത്തില്ല. പിന്നെ മാറ്റി 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 ഒരമ്പലത്തിൽ പോയപ്പോൾ ആ അർച്ചന തട്ട് കൊടുത്തു. ആ പോറ്റി ചോദിച്ചു പേരറിഞ്ഞൂടാ. കാര്യം ഒരു 150 പേര് തല കിടക്കുക. ഈ സംഗതി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സംഗതി ഇല്ല, അത് നമ്മളങ്ങനെ മനഃപൂർവ്വം സംഗതി കുത്തിക്കയറ്റുന്നതല്ല. അത് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെ വന്നു പോകുന്നതാണ്. അതിന് വന്നു പോകുന്നതിൻ്റെ ഒരു കാരണം എൻ്റെ അമ്മയെ തന്നെ പറയണം. എനിക്ക് അമ്മയ്ക്ക് ഈ സാധാരണ ലെവലിലൊന്നും പാടിയെ ഇഷ്ടപ്പെടത്തില്ല. അമ്മയെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉള്ള സംഗതി മുഴുവൻ വലിച്ചു വാരി പാടി അപ്പോഴേ കുറച്ച് അമ്മയ്ക്ക് ചിരി വരത്തുള്ളൂ. നമുക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരത്തുള്ളൂ അമ്മ. അപ്പോൾ അത് അമ്മയെ സൂചിപ്പിച്ചാൽ ഞാനിങ്ങനെ പാട്ട് ചെയ്യുന്നതിനകത്തൊക്കെ ഇങ്ങനെ നമ്മളറിയാതെ നമ്മൾ ഈ ചെയ്തു പോയ കാര്യങ്ങൾ ആ ശീലം നമുക്ക് അറിയാതെ വന്നു പോകും. അല്ല ചിലർ വിചാരിക്കും ഇത് മനഃപൂർവ്വം ഞാൻ ഈ ഓർക്കസ്ട്രക്കാരെ വലിക്കാനോ അല്ല പാട്ടുകാരനെ വലിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യത്തില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യും. നമ്മുടെ പാട്ട് എല്ലാവരും പാടണം, എല്ലാവരും വായിക്കണം, അത് ഹിറ്റാവണം എന്നുള്ളത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വൃത്തികേട് ആരും കാണിക്കത്തില്ല.